എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഞങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയ അന്ന് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു. നെമ്മീൻ എടുത്തിട്ട്, ഫ്രഷ് നെമ്മീൻ എടുത്തിട്ട്, വലിയ മീൻ എടുത്തിട്ട് പീസാക്കിയിട്ട് ഉണക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം നമ്മുടെ വിലയേറിയ കസ്റ്റമേഴ്സ് നമുക്കത് സാധിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 22 കിലോ പച്ച നെമ്മീൻ എടുത്ത് പീസാക്കിയിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 22 കിലോ വലിയ നെമ്മീനായിരുന്നു. അതിൻ്റെ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രഷായിട്ട് ഇത്രയും ഫ്ലഷി ആയിട്ടുള്ളൊരു മീൻ എടുത്തിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഫ്ലഷിയാണ്, നല്ല മാംസക്കട്ടിയുള്ള മീനാണ്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് പുഴു കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതായതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വെയിലിൽ നമ്മളത് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ട് നല്ല രീതിയിൽ അത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ മാത്രം നമുക്ക് 5 kg ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് 22 kg എടുത്തത്. 22 kg എടുത്ത് ഉണക്കിയപ്പോൾ അത് കിട്ടിയത് 9.5 കിലോ മീനാണ്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ നല്ല വെയിലുള്ള ദിവസം, നല്ല ആകാശം തെളിഞ്ഞ് കിടക്കുന്ന വെയിലുള്ള നല്ല വെയിൽ. എനിക്കിപ്പോൾ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല, ആ രീതിയിൽ നല്ല വെയിലുണ്ട്. നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ നെമ്മീൻ ഉപ്പിൽ നിന്നെടുത്ത് കഴുകി വൃത്തിയാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം. 5 ദിവസം നന്നായിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. കാരണം മാംസം നല്ല കട്ടിയായതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടണമായിരുന്നു. അങ്ങനെ നമ്മുടെ നെമ്മീൻ റെഡി ആയിരിക്കുകയാണ്. 4ാമത്തെ ദിവസം ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രിസർവേറ്റീവാണ് കേട്ടോ, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രിസർവേറ്റീവ്, പ്രത്യേകിച്ച് ദോഷമൊന്നും വരാത്ത സാധനം. പിന്നെ നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചേർത്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കാരണം അത് കേടാവാതെ, ഉണക്കമീൻ കേടാവാതെ ഇരിക്കാനായിട്ട് നല്ല ഒരു ഇതാണ് കറിവേപ്പില കൂടി. അതുകൂടി നമുക്ക് ചേർക്കാം ഉണക്കമീൻ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ പാക്ക് ചെയ്ത എല്ലാ പാക്കറ്റിലും നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടായിരുന്നു പാക്ക് ചെയ്ത് വിട്ടത്. ഇത് ഏറ്റവും വലിയൊരു മീനിൻ്റെ ഒരു തലയുടെ ഒരു ഭാഗമാണ്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫിഷ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. നെമ്മീൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു അരോമയും ആ ഒരു ടെക്സ്ചറും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ നല്ല ഒരു സ്മെല്ലാണ്. ഇപ്പോൾ തന്നെ മീനിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഇവിടെ ഞങ്ങൾ വീടിനകത്ത് വെച്ചിരുന്നിട്ട് നല്ലൊരു സ്മെല്ലാണ്. നമുക്കൊരു ബാഡ് സ്മെല്ലായിട്ട് തോന്നിയിട്ടില്ല. ഒരു സ്പെഷ്യൽ മണമായിരുന്നു ഉണക്കമീൻ, ഈ നെമ്മീൻ ഉണക്കിയതിന്. 9.5 കിലോ മാത്രമേ ഉണക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും കഴിഞ്ഞ് നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വലിയ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർബറൊക്കെ ഓപ്പൺ ആയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് കൂടുതലായിട്ടും പീസ് ആയതുകൊണ്ട് കറി വയ്ക്കാനാണ് സാധ്യത. ഞങ്ങളങ്ങനെ ഇതുവരെ നെമ്മീൻ ഞങ്ങളുടെ വീട്ടിലും കറി വെച്ചിട്ടില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. നമുക്ക് എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല, ഉള്ളത് ഫുള്ള് ബുക്കായി. അങ്ങനെ ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വെച്ച് എന്തൊക്കെ റെസിപ്പീസ് ചെയ്യാമെന്നുള്ളത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് ഫിഷ് വാങ്ങിക്കുന്നവരെല്ലാവരും അത് ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യുക. പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്തതായതുകൊണ്ട് അത് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ കേടായിപ്പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. ഇനി നല്ല ഉണക്കമീനുകളുടെ വീഡിയോസ് കാണാനായാലും, കടലിൻ്റെ വീഡിയോസ് കാണാനായാലും, സീ ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പീസ് കാണാനായാലും, അങ്ങനെ വെറൈറ്റി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും നാളും മറൈൻ ഫ്ലേവേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം നമ്മുടെ വാല്യുബിൾ കസ്റ്റമേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടുക. പിന്നെ ഇനി പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.